നമസ്കാരം. ഞാൻ ഡോക്ടർ ആദൽ. ഞാൻ പ്രൊവിഡൻസ് ഹോസ്പിറ്റൽ ആലപ്പുഴയിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡെങ്കു വൈറൽ ഫീവറിനെ കുറിച്ചാണ്. അതിൻ്റെ സിംറ്റംസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ കോംപ്ലിക്കേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. ഡെങ്കിപ്പനി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തന്നെ ഒരു വെക്ടറിൽ കൂടെയാണ്. അതായത് മെയിൻലി ഒരു ഏഡിസ് ഏജിറ്റി മൊസ്കിറ്റോ, അതായത് നമ്മുടെ കൊതുക് വഴിയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഏഡിസ് ഏജിപ്റ്റി എന്ന് പറഞ്ഞ മൊസ്കിറ്റോ ഈ രാത്രി ബെഡ്ഷീറ്റിൽ കൂടെ ഇങ്ങനെ വന്ന് കടിക്കുന്ന മൊസ്കിറ്റോ അല്ല. ഈ രാവിലെ ഡേ ടൈം ബൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഏഡിസ് ഏജിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആ ഏഡിസ് ഏജിപ്റ്റി മൊസ്കിറ്റോനെ കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു കറുത്ത കളറിൽ വെള്ള പുള്ളികളുള്ള ഒരു മൊസ്കിറ്റോസാണ്. അപ്പോൾ ഈ കൊതുകുകളെ കണ്ടാൽ തന്നെ ഇത് രാവിലെ നമ്മൾ പുറത്തോട്ട് ചിലപ്പോൾ ഒന്നൊരു ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അപ്പോൾ വല്ലതും വന്ന് കടിക്കുമ്പോഴൊക്കെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ കേരളത്തിൽ എന്താണ് ഇത് കൂടുതൽ വരുന്നത് വെച്ചാൽ, ഇപ്പം കേരളത്തിൽ ഫുൾ അർബനൈസേഷനാണ് അല്ലേ. കുറേ ബിൽഡിങ്സ് വരുന്നുണ്ട്, കുറേ റീകൺസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കാനുള്ള കുറേ സൈറ്റുകളുണ്ട്, കുറേ ഡ്രെയിനേജുകളുണ്ട്, കുറേ കനാലുകളുണ്ട്. പിന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന കുറേ എന്താ പറയുക, ടയറിൽ വെള്ളം കെട്ടിക്കിടക്കാം. പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടികളിൽ വെള്ളം കെട്ടിക്കിടക്കാം, ചിരട്ടകളിൽ വെള്ളം കെട്ടിക്കിടക്കാം, ചില പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ വെള്ളം കെട്ടിക്കിടക്കാം. അപ്പോൾ ഇതിലൊക്കെ ഈ ഡെങ്കിയുടെ ഈ കൊതുകിൻ്റെ മുട്ടകൾ അവർ ഒരുപാട് പെരുകിയിട്ട് ഈ മുട്ടകൾ ഒരുപാട് ഉണ്ടാകും. ആ ഒരു സമയത്താണ് ഈ ഡെങ്കു കൊതുകുകൾ കൂടുതൽ വരുന്നതും ഈ കൊതുകുകൾ ഈ വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രമല്ല, എവിടെ വെള്ളക്കെട്ടുകളുണ്ടോ അവിടെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൂടുതലാണ് ഈ ഡെങ്കു വൈറസ്. കൊതുക് കടിച്ചു കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിയുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ വന്നു തുടങ്ങുന്നത്. അതിശക്തമായ ഒരു പനിയായിരിക്കും, ഒരു 102, 103 ഡിഗ്രി പനിയായിരിക്കും. പിന്നെ ഡെങ്കു എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് ബോൺ ഫീവറാണ്. അതായത് അതിനെ വിളിക്കുന്ന തന്നെ ഒരു ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് ഒരു എല്ല് മുറിക്കുന്ന പോലത്തെ ഒരു വേദനയായിരിക്കും. അപ്പം ഭയങ്കര അസഹനീയമായ വേദന, പിന്നെ നല്ല രീതിയിൽ പനി, ഒരു 102, 103 ഡിഗ്രി, പിന്നെ നല്ല തലവേദന, പിന്നെ ഒരു നമ്മുടെ കണ്ണിൻ്റെ പുറകിൽ നിന്ന് നല്ലൊരു വേദന വരും. നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരാൾ പുറകിൽ നിന്ന് നമ്മുടെ കണ്ണിങ്ങനെ തള്ളുന്ന പോലത്തെ ഒരു വേദനയായിരിക്കും നമുക്ക് ഈ ഡെങ്കു പനിയിൽ വരുന്നത്. ആ ഒരു ഇത് പിന്നെ കുറച്ച് കാര്യം കുറേ റാഷസ് പോലെ നമ്മുടെ ബോഡിയിൽ വരാം. സ്കിന്നിൽ കുറച്ച് റാഷസ്, കുറേ റെഡിഷ് നമുക്ക് റാഷസ് വരുന്ന പോലെ വരാം. പിന്നെ മൾട്ടിപ്പിൾ ജോയിൻറ്റ് പെയിൻസ്, ഒരു ആർത്രാൾജിയ എന്ന് പറയും. ആ കാരണങ്ങളെല്ലാം കൊണ്ടും നമുക്ക് മറ്റേ വൈറൽ ഫീവർ, സാധാരണ ഒരു വൈറൽ ഫീവർ വരികയാണെങ്കിൽ പനി ഉണ്ടാവും, അതിന് ചുമയുണ്ടാവും, മൂക്കൊലിപ്പുണ്ടാവും. ഇതിലാണെങ്കിൽ കൂടുതലും പനിയും ദേഹം വേദനയും അസഹനീയമായ തലവേദനയും അസഹനീയമായ കണ്ണിൻ്റെ പുറകിലുള്ള വേദനയും. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ വന്ന് ഡെങ്കു ചെക്ക് ചെയ്യേണ്ടതാണ്. മഴക്കാലത്ത് വരുന്ന എല്ലാ പനിയും ഡെങ്കിപ്പനി ആവണം എന്നില്ല. പക്ഷേ ഇപ്പോൾ വരികയാണെങ്കിൽ ഒരു 30-35% OPയിൽ വരുന്ന പേഷ്യൻസ് എല്ലാം ഡെങ്കിപ്പനി തന്നെ ആയിരിക്കും. പരിശോധന നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ സിംറ്റംസ് ഒക്കെ നമുക്ക് പ്രിഡോമിനൻറ്റ് സിംറ്റംസ് കാണിക്കുന്നതാണ്. അതായത് നല്ല എല്ല് നുറുകുന്ന വേദന, പിന്നെ അതുപോലെ നല്ല അതിശക്തമായ പനി, ചുമയില്ല, അങ്ങനത്തെയൊക്കെ വരുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ റാഷസ് വരുന്നു, പിന്നെ നല്ല കണ്ണിന് ചുറ്റും നല്ല വേദന. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് പോയി ഒന്ന് ഡെങ്കു ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവായി കാണിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എല്ലാ ഡെങ്കിപ്പനിയും ഒന്നും നമുക്ക് ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റ് ആവണം എന്നൊന്നുമില്ല. ഡെങ്കിപ്പനി മെയിൻലി നമുക്ക് കോശങ്ങളിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന പ്ലേറ്റ്ലെറ്റിനെ അത് അഫക്റ്റ് ചെയ്യും. മജ്ജേനെ അഫക്റ്റ് ചെയ്തിട്ട് പ്ലേറ്റ്ലെറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നല്ല രീതിയിൽ കുറയും. പക്ഷേ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും അഡ്മിഷനുമായിട്ട് നമുക്ക് വലിയ രീതിയിൽ ബന്ധമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കുവിൻ്റെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാം. BP കുറയുക, ഛർദിൽ നല്ല രീതിയിൽ വരിക, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ട് നമ്മുടെ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് വരാം. അതായത് ഇപ്പോൾ നമുക്ക് മലത്തിലൂടെ ചോര പോകാം, അല്ലെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ഗംസിലൂടെ ബ്ലീഡിങ് വരാം. അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ വരുവാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സ്റ്റേജിലോട്ട് പോകും. പിന്നെ അതുപോലെ തന്നെ 103-104 ഡിഗ്രി പനിയൊക്കെ വരുന്ന സമയത്ത് ഒരു ഡോളോ 650 കഴിച്ചാൽ ചിലപ്പോൾ മാറണം എന്നില്ല. ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായിട്ട് മോണിറ്റർ ചെയ്യുക, സീരിയലായിട്ട് മോണിറ്റർ ചെയ്യുക. അങ്ങനെയുള്ള പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യുക. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇതാണ്. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്.
പപ്പായയില, ആട്ടിൻപാല് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആട്ടിൻപാലൊന്നും ഇതുവരെയായിട്ടും ഞാൻ കേട്ടിട്ട് കൂടിയില്ല. പക്ഷെ കുറേ ഡെങ്കുകാരുണ്ടെങ്കിൽ വന്നിട്ട് പറയാറുണ്ട് പപ്പായയിൽ കുടിച്ച പ്ലേറ്റിൻ്റെ കൗണ്ട് കൂടുമെന്ന്. ഇതുവരെയായിട്ടും അങ്ങനത്തെ ഒരു ബുക്കിലോ ഒരു ആർട്ടിക്കിളിലോ ഇതുവരെ ഒന്നും തെളിയിക്കാത്തൊരു കാര്യമാണ് പപ്പായയില കാരണം നമ്മുടെ പ്ലേറ്റിൻ്റെ അളവ് കൂടും എന്നുള്ളത്. അത് വെറും ഒരു ഫോൾസ് ബിലീഫാണ്. പണ്ടെങ്ങാണ്ടോ ആരോ പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെ ബിലീഫ് വന്നതാണ്. അങ്ങനെ ഇല്ല. അത് ആ ഒരു സമയം എടുത്തു കഴിയുമ്പം അതങ്ങ് വന്നോളും പ്ലേറ്റിലൊക്കെ തന്നെ. അല്ലാണ്ട് പപ്പായ അത് പിന്നെയും കൂടുതൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് വരും. അതായത് ഭയങ്കര ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവും. ഒന്നാമത് ഡെങ്കിപ്പനിയിൽ ഒരു നല്ല വൊമിറ്റിംഗ് ടെൻഡൻസീസ് ഉണ്ടാവും. അപ്പം ഭയങ്കര വയറുവേദനയൊക്കെ ഓൾറെഡി ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടി ഇത് കോംപ്ലിക്കേറ്റ് ചെയ്യത്തേ ഉള്ളൂ ഈ പപ്പായ ഇലകളൊക്കെ കഴിക്കുകയാണെങ്കിൽ. ഡെങ്കിപ്പനിക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഡെങ്കിപ്പനിക്ക് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ വൈറൽ ഫീവർ ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ചിക്കൻ പോക്സിനൊക്കെ മരുന്നുകളുണ്ട്. പക്ഷേ ഡെങ്കിപ്പനിക്ക് അങ്ങനെ ഒരു മരുന്ന് ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അതിൻ്റെ സിംറ്റംസ് റിലീഫ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. അത് പനിയായിട്ടുണ്ടെങ്കിൽ അത് പാരസിറ്റമോൾ ഇൻഫ്യൂഷൻസ് കൊടുക്കുക. ഓരോ 6 മണിക്കൂർ $650 നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. നല്ല രീതിയിൽ റീഹൈഡ്രേഷൻ ചെയ്യുക. അതുകൊണ്ട് ഫ്ലൂയിഡ്സ് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഹെമറ്റോക്രിറ്റ് വാല്യൂസ് നോക്കുക. എന്നിട്ട് അത് നോക്കിയിട്ട് നമ്മൾ ഫ്ലൂയിഡ്സ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ തലവേദന, പിന്നെ ദയവ് ചെയ്ത് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ ചുമ്മാ ഉള്ള വേദനയുടെ മരുന്നോ ഒന്നും വാങ്ങിച്ച് കഴിക്കല്. അതൊന്നുകൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആവത്തേ ഉള്ളൂ. അപ്പോൾ ഡെങ്കു പിന്നെയും അത് സീരിയസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. സോ അങ്ങനൊന്നും ചെയ്യേണ്ട. അതിൻ്റെ സിംറ്റംസ് ട്രീറ്റ് ചെയ്ത് തരുമ്പോൾ തന്നെ മാറിക്കോളും ബാക്കിയുള്ള എല്ലാ കാര്യം. വീട്ടിലൊരാൾക്ക് ഡെങ്കിപ്പനി വന്നു പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് കോവിഡ് പോലൊന്നും എന്താ പറയുക ക്വാറന്റൈൻ, ഐസൊലേഷൻ അങ്ങനെയൊന്നും വേണ്ട. പക്ഷെ എന്നാലും പുള്ളീനെ ഒന്ന് മാറ്റി നിർത്തുക, പുള്ളിക്കാരിയോ അവരെ ഒന്ന് മാറ്റി നിർത്തുക. മൊസ്കിറ്റോ റിപ്പല്ലൻസ് ക്രീംസ് കൊടുക്കുക. അപ്പോൾ അവർ കടിച്ച ഒരു കൊതുകിന് ആ ഡെങ്കിപ്പനി ഉള്ള ഒരാളെ കടിച്ചാൽ ആ കൊതുകിന് ഒരു 200 മീറ്ററുള്ള ചുറ്റളവിലുള്ള ആൾക്കാർക്ക് ആ ഡെങ്കു കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് കാരണം അവർക്ക് ഒരുവിധം പറഞ്ഞാൽ ഒരു ഫുൾ കൈ ഡ്രസ്സ് ഇടുക, അവർ കിടക്കുന്ന ബെഡിൽ മൊസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കുക. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടി ഇതാക്കുക. അതുപോലെ നമ്മളും ഡെങ്കു കിട്ടാത്ത ആൾക്കാർക്കും അത് മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് ക്രീംസും നമ്മൾ ഉപയോഗിക്കുന്ന ബെഡിൽ മൊസ്കിറ്റോ നെറ്റും ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ആ ചുറ്റളവിലുള്ള വീടിൻ്റെ ചുറ്റളവിലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, അതുപോലെ തന്നെ ചിരട്ടകളിൽ വെള്ളം, നമ്മുടെ വല്ല ടയർ വല്ലതും കൊണ്ട് അതിൽ വെള്ളം കെട്ടിക്കിടക്കുക, AC വെൻറ്റിൽ വെള്ളം കെട്ടിക്കിടക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഇതിൽ എല്ലാവർക്കും ഒരു ഈക്വൽ പ്രിവലൻസ്. നമ്മൾക്ക് നോർമൽ ഒരു അഡൽട്ട് ടൈപ്പ് വിത്തൗട്ട് എനി കോമോർബിഡിറ്റീസ് ലൈക്ക് ഒരു ഷുഗർ ഉള്ള ഒരാൾ അല്ലാത്ത ഒരാളെക്കാട്ടിലും അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട് ഡെങ്കി വരാൻ. ബിക്കോസ് അവരുടെ ഇമ്മ്യൂണിറ്റി ഇച്ചിരി കുറവാണ്. പിന്നെ ഫീമെയിൽസ് ആണെങ്കിൽ ദർ ഹോർമോൺസ് ആർ കംപ്ലീറ്റ്ലി ചേഞ്ചിങ് ഇൻ പ്രഗ്നൻസി. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണേലും ഡെങ്കിപ്പനി വരാനുള്ള സാധ്യത കൂടുതലാവും. ചില പ്രഗ്നൻസീസിലൊക്കെ മിസ്കാരേജ് വരെ സംഭവിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് കുട്ടികൾക്കാണെങ്കിൽ ഇമ്മ്യൂണിറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം അനുസരിച്ച്. ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. പിന്നെ വയസ്സായവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം പറഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ പ്രിവലൻസ് ആണ്. ഇച്ചിരി കൂടെ ഒന്ന് കോഷ്യസ് ആയിരിക്കണം. ഈ ഒരു സീസണിൽ ഡെങ്കു ഇച്ചിരി കൂടുതലാണ്. മൺസൂൺ സീസണിൽ ഡെങ്കു പനികൾ വരുന്നത് കൂടുതലാണ്. പേടിക്കാനൊന്നുമില്ല എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പനി വരുന്നു, അസഹനീയമായ പനി, അസഹനീയമായ ദേഹവേദന, തലവേദന, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കണ്ണിൻ്റെ പുറകിലുള്ള വേദന, അതുപോലെ മൾട്ടിപ്പിൾ ജോയിൻറ്റ് പെയിൻസ്, ഇങ്ങനത്തെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സാധാ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ആൻറ്റിബയോട്ടിക്സ് വാങ്ങിച്ചിട്ടോ വേദന സംഹാരികൾ വാങ്ങിച്ച് കഴിക്കുന്നതോ അതൊന്നും അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്, NS1 ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്. അത് ഇനിഷ്യലി പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ IgM പോസിറ്റീവ് ആയിരിക്കും. സോ ഇത് മൂന്നും കൂടി ടെസ്റ്റ് ചെയ്യുന്ന റാപ്പിഡ് ആൻറ്റിജൻ കാർഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. NS1, IgM, IgG കാർഡ് ടെസ്റ്റ്. അത് മൂന്നും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത് ഇതാക്കാം. ഏർലി ഡയഗ്നോസിസ് ചെയ്യുക, എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ഡെങ്കുവിനൊരു ക്ലിയർ കട്ട് ഒരു മെഡിസിൻസ് ഒന്നും ഇല്ല. സോ വന്ന് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ
കോംപ്ലിക്കേഷൻസ് ഒരുപാട് വരുത്തിക്കാതിരിക്കുക. നമ്മൾ കൂടുതൽ ഇങ്ങനെ പപ്പായ ഇല കഴിച്ച് കൂടുതൽ ഗ്യാസ്ട്രൈറ്റിസോ അങ്ങനെയൊന്നും വരുത്തിക്കാതിരിക്കുക. വൺസ് ഡെങ്കു ഡയഗ്നോസ് ചെയ്യുക, ഒരു പ്രോപ്പർ ഒരു ഫിസിഷ്യൻ്റെ കെയറിൽ അത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിട്ട്, കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആവണമെന്ന് ഞാൻ പറയുന്നില്ല, പ്ലേറ്റിലൊക്കെ കൂടി ഒന്ന് ഓക്കെ ആയി കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുന്ന രീതിയിൽ വന്ന് കാണിക്കുക. എല്ലാ 3 ദിവസം വന്ന് കാണിച്ചിട്ട് പ്രോപ്പർ റെസ്റ്റും ഹൈഡ്രേഷനും ഒക്കെ എടുക്കുക.